നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പട്ടാമ്പി ഭാരതപ്പുഴ പാലം നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ്. പട്ടാമ്പി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. പാലം എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അതിൻ്റെ അപ്രോച്ച് റോഡ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, അതിൻ്റെ ഫണ്ട് എത്രയാണ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. 400 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പൈലിംഗ് തുടങ്ങി. വീതി 13.5 മീറ്ററാണ്. ഇരുവശവും ഫുട്പാത്തുണ്ട്. പട്ടാമ്പി ഭാഗത്ത് 40 മീറ്ററും തൃത്താല ഭാഗത്ത് 198 മീറ്ററും അപ്രോച്ച് റോഡും ഇതോടൊപ്പം നിർമ്മിക്കും. സ്ഥലം ഏറ്റെടുപ്പ് പുരോഗമിക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന PWDയുടെ ഒരു വിഭാഗമായ KRFB കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. 52.58 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ 18 കോടി സ്ഥലം ഏറ്റെടുപ്പിന് ഉള്ളതാണ്. 2 വർഷത്തിനകം പൂർത്തിയാക്കണം എന്നാണ് കരാറിലെ വ്യവസ്ഥ. ഇത് പട്ടാമ്പി പാലത്തിലേക്കുള്ള ഇപ്പോഴത്തെ പാലത്തിലേക്കുള്ള റോഡ്. ഇതാണ് പുതിയ പാലത്തിലേക്കുള്ള വഴി. ഗുരുവായൂർ ഭാഗത്തു നിന്നുള്ള റോഡ്. മേലെ പട്ടാമ്പിയിൽ നിന്നും വരുമ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ ഉടൻ ഉള്ള വളവിൽ ഇതാ ഈ കാണുന്ന ഭാഗത്താണ്, ഈ കാണുന്ന നേരെയുള്ള റോഡിലൂടെയാണ് പുതിയ പാലത്തിലൂടെ വരുന്ന റോഡ് എത്തിച്ചേരുന്നത്. ഈ പോകുന്ന വഴി നേരെ സ്റ്റാൻഡിലോട്ടുള്ള വഴിയാണ്. ഈ ഭാഗത്താണ് പട്ടാമ്പി ഭാഗത്തേക്കുള്ള റോഡ് പുഴയിൽ നിന്നും തുടങ്ങുന്നത്. ഇവിടെ പുഴ കഴിയുന്നതോടെ പാലം രണ്ടായി തിരിയും. ഒന്ന് ഈ കാണുന്ന തീരദേശ റോഡിലേക്കും മറ്റേത് മേലെ പട്ടാമ്പി മെയിൻ റോഡിലേക്കും. ഇവിടെ മെയിൻ റോഡിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇടതുഭാഗത്തുള്ള കെട്ടിടങ്ങൾ എൻക്രോച്ച്മെൻറ്റിൻ്റെ ഭാഗമായി പൊളിച്ചു നീക്കും. അതിനുവേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പ് തുടരുകയാണ്. ഇവിടെയാണ് പട്ടാമ്പി ഭാഗത്തേക്കുള്ള റോഡ് എത്തിച്ചേരുന്നത്.